റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ബസ് അപകടങ്ങൾ വർദ്ധിച്ചിട്ടുക്കും KSRTC ബസ്സുകൾക്ക് പരിശോധനയില്ല. KSRTC ബസ്സുകളെ MVD പരിശോധിക്കാറില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. KSRTCക്ക് ഇന്റേണൽ വിംഗ് ഉള്ളതിനാൽ MVD ഇടപെടാറില്ല. KSRTC ബസ്സുകളുടെ നിയമലംഘനത്തിൽ പരിശോധന നടത്തേണ്ടെന്നും പിഴ ചുമത്തേണ്ടെന്നും പോലീസും MVDയുമാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. കേൾക്കാം. ഈ ട്രാൻസ്പോർട്ട് സെക്ടർ അത് ഏതാണെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് സെയിം ആണ്. KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ് ആണെങ്കിലും നിയമം എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ KSRTCക്ക് ഒരു എൻഫോഴ്സ്മെൻറ്റ് വിങ് ഉണ്ട്, അവരുടെ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു സൗകര്യമാണ്. അപ്പോൾ ആ ഇൻസ്പെക്ഷൻ വിങ് തന്നെ അവരുടെ ഇൻസ്പെക്ടേഴ്സ് തന്നെ അവരെ പീനലൈസ് ചെയ്യുന്നു, അവർ ബ്രീത്ത് അനലൈസിങ് ടെസ്റ്റ് ചെയ്യുന്നു, അവരുടെ ചെക്കിങ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിൽ ഇൻ്റർഫിയർ ചെയ്യാത്തത്. എന്നാൽ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ അത് KSRTC ആവാൻ സാധ്യത കൂടുതലാണ്. Because the number of vehicles is more. അശ്വിൻ ഡിയാഗോ ഉണ്ട്. വിചിത്രമായിട്ടുള്ളൊരു വിശദീകരണമാണ് അശ്വിൻ ഡിയാഗോ നമ്മൾ കേട്ടത്. KSRTC ആയതുകൊണ്ട് MVD ഇടപെടുന്നില്ല, KSRTCക്ക് ഒരു ഇന്റേണൽ ഓഡിറ്റ് സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നിരത്തിലിറങ്ങിയാൽ എല്ലാ വണ്ടിയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ വണ്ടികളാണ്. അത് പാസഞ്ചർ വെഹിക്കിൾസ് ആണെങ്കിൽ സ്വകാര്യ ബസ്സിനുള്ളതുപോലെ തന്നെ അതേ നിയമങ്ങൾ KSRTCക്കും ബാധകമാകേണ്ടതാണ്. അവിടെ KSRTC ചെയ്യുന്ന നിയമലംഘനങ്ങൾ MVD പരിശോധിക്കാറില്ല എന്നാണോ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത്? ആഷ്യൻ ഡിയാഗോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അതുതന്നെയാണ്, KSRTCയിൽ പരിശോധനയില്ല എന്നുള്ളത് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരിട്ട് തന്നെ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത്. ഈ വാർത്ത നിത്യസംഭവമായി മാറിയിട്ടും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിശോധന നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വകാര്യ ബസ്സുകളെ മാത്രം കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നു, അവരെ മാത്രം പിഴിയുന്നു എന്ന ആരോപണം ഒരു സൈഡിൽ നിൽക്കവെയാണ് KSRTC ബസ്സുകളുടെ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെടാറില്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ KSRTC അവർക്ക് തന്നെ സ്വന്തമായി ഓരോ ഇന്റേണൽ വിങ്ങുകളുണ്ട്. ഈ വിങ്ങുകൾ ഈ ബസ്സുകളുടെ പരിശോധന നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിന് ഒരു സൗകര്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ അധികമായി ഞങ്ങൾ ഇടപെടാറില്ല എന്നൊരു വിചിത്രമായ വാദമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാഹനങ്ങൾക്കും നിയമം ഒരുപോലെ തന്നെയാണ്. പക്ഷേ KSRTCക്ക് മാത്രം ഇത്തരത്തിൽ പരിശോധനകൾ ഒഴിവാക്കുന്നത് ഈ KSRTCയിലെ ഡ്രൈവർമാർക്കും ഒരു സൗകര്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ അപകടങ്ങൾ പതിവാകുമ്പോഴും ഇവർക്ക് പിഴ ഈടാക്കലോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടിയോ ഉണ്ടാകാത്തത് ഈ നിയമലംഘനങ്ങൾ തുടരാൻ KSRTC ഡ്രൈവർമാരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവർക്ക് നടപടിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ നിയമലംഘനങ്ങൾ തുടരുമ്പോഴും ഫൈൻ ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. ഫൈൻ ഈടാക്കിയാൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഉള്ളത്. ഈ KSRTCകൾക്ക് ഫൈൻ നൽകിയാൽ തന്നെ ഒന്നുകിൽ ഈ ഫൈൻ ഈ ബസ്സുകൾ പൊളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഫൈനുകൾ നൽകുക. പോലീസിനാണെങ്കിൽ പോലും DGP കൃത്യമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസുകാർ ഏത് ഡ്രൈവറാണോ നിയമലംഘനം നടത്തുന്നത് അയാൾ ഫൈൻ അടയ്ക്കണമെന്നുള്ളത്. പക്ഷേ KSRTCയിൽ അത് ബാധകമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബസ്സുകൾ പൊളിക്കാത്തതോ അല്ലെങ്കിൽ ഓണർഷിപ്പ് മാറ്റാത്തതോ കൊണ്ട് തന്നെ KSRTCക്ക് ഈടാക്കുന്ന ഫൈനുകൾ ലഭിക്കുന്നില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഫൈനുകളും പെൻഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഈ നിരത്തുകളിൽ KSRTC ബസ്സുകൾ നടത്തുന്ന നിയമലംഘനങ്ങൾ തുടർക്കഥയാകുമ്പോഴും പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിന് കാരണമായി പറയുന്നത് KSRTCയിലെ ഇന്റേണൽ വിങ്ങുകൾ ഉള്ളതുകൊണ്ട് പരിശോധന നടത്തേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ചട്ടപ്രകാരം ഈ പൊതു വാഹനങ്ങളുടെ പരിശോധന നടത്തേണ്ടതും ഫൈൻ ഈടാക്കേണ്ടതും നിയമപരമായി ചെയ്യേണ്ടത് മോട്ടോർ വാഹന വകുപ്പോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. ഈ രണ്ടു പേർക്കാണ് ഇതിനുള്ള ചുമതല. പക്ഷേ മോട്ടോർ വാഹന